ഈമാൻ നൽകുമാറാവട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ പാട്ടുകാരന്റെ പേര്, ഇതൊരു പള്ളിയുടെ മുറ്റമായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹുവെ ഞങ്ങളുടെ സമുദായത്തിന് നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ. ഇത് കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല. ഇത് നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ളവരാ. ഇത് ബോർഡറാണ് അല്ലേ? ഇത് ബോർഡറാ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ദാപം കൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയില് സുബ്ഹാനല്ലാഹ് ഒരു പാട്ടുകാരൻ, ആ പാട്ടുകാരന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത കാസർഗോഡ് ജില്ലയിലെ സുബ്ഹാനല്ലാഹ് ബർദ ധരിച്ച, ഹിജാബ് ധരിച്ച എത്രയോ ഉമ്മമാര് ആ പാട്ട് കേൾക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ പോയി. അവസാനം പോലീസുകാര് ആ ബർദ ഇട്ട സഹോദരിമാരെ തല്ലണ്ട അവസ്ഥ. പോലീസുകാരനെ കണ്ടാല് ഒന്ന് ഷെയ്ക്കാൻ കൊടുക്കണം. കാരണം എന്തേ, രണ്ടെണ്ണം കിട്ടേണ്ട നല്ലതാ. വീട്ടിലിരിക്കേണ്ടതിന് പകരം പാതിരാത്രിയില് എന്റെ പ്രിയപ്പെട്ടവരെ ദീനും ഇസ്ലാമും പറയാത്ത കാര്യങ്ങള്, റസൂലുള്ളയും മഹാന്മാരും പറയാത്ത കാര്യങ്ങള്, ഇമാമിങ്ങള് പറയാത്ത കാര്യങ്ങള്, മദ്ഹബില് പറയാത്ത കാര്യങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ പച്ച തോന്നിവാസം കാസർഗോഡിന്റെ പരിസരത്ത് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നടക്കുമ്പോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഇൻസ്റ്റഗ്രാം അല്ല ജീവിതം, റീൽസ് അല്ല ജീവിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പാട്ടും ഗാനമേളയല്ല ജീവിതം. ഏതെങ്കിലും എല്ലാം ബ്ലോഗർമാര് ബ്ലോഗ് ചെയ്തിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കും ഇടുമ്പോ അവര് കാസർഗോഡിന്റെ ഏതെങ്കിലും ഒരു മൂത്രപ്പേരിന് മൂത്രമൊഴിക്കാൻ വരണമെന്ന് പറയുമ്പോ അത് കാണാൻ വേണ്ടി ഉളുപ്പില്ലാതെ പോകുന്ന കാസർഗോഡിലെ പെങ്ങന്മാരെ പോലെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരാകാൻ പാടില്ല. അള്ളാഹുവേ, അതുപോലുള്ള സഹോദരിമാരെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. നാണം തോന്നുന്നില്ല തോന്നെ, ബർദ ഇട്ടിട്ടല്ലേ ഇത് കാണാൻ പോണേ, ഹിജാബ് ധരിച്ചിട്ടല്ലേ കാണാൻ പോണേ. ഇപ്പൊ മലബാറൊക്കെ ഇത് സ്വാഭാവികമാണ്, ബർദ ധരിച്ചിട്ട് സിനിമ കാണാൻ പോകുന്നുണ്ട്, ബർദ ധരിച്ചിട്ട് സിനിമ കാണാൻ പോകുന്നുണ്ട്, ഹിജാബ് ധരിച്ചിട്ട് ബുർക്ക ധരിച്ചിട്ട് ബേക്കൽ വെസ്റ്റിന് പോയിട്ട് എല്ലാവിധ തമ്മാടിത്തരങ്ങളും കാണിക്കണ എത്രയോ പെങ്ങന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ പറയണ വെറുതെ അല്ല. ചില ആളുകള് കല്യാണ പ്രായം എത്തിക്കഴിയുമ്പോ പിന്നെ ഭയങ്കര നിസ്കാര. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഒരു അമിനി ദ്വീപിൽ വയതിന് പോയ സമയത്ത് എനിക്ക് താമസിക്കാൻ തന്ന റൂം ഒരു പഴയ പള്ളിയുടെ മുമ്പിലുള്ള ഒരു കോട്ടേഴ്സാ. ഞാന് മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോ 12 ചെറുപ്പക്കാര് എന്റെ കൂടെ പള്ളിയിലോട്ട് വന്നു. ബാങ്ക് വിളിച്ചപ്പോ ഈ 12 ബൈക്ക് എടുത്തിട്ട് തൊട്ടപ്പുറത്തെ ജംഗ്ഷനുള്ള പള്ളിയിൽ പോയി. ഈ പള്ളിയിൽ ആരെയും കാണുന്നില്ല. ഞാൻ ഇശാ നിസ്കരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോ ഈ 12 പേരെ ഞാൻ റോഡിൽ വെച്ച് കണ്ടു. ഞാൻ ആ 12 മക്കളോട് ചോദിച്ചു, മക്കളെ എടാ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരാതെ ബാങ്ക് കൊടുത്തപ്പോ ആ പള്ളി പോലെ കാരണം എന്താ? മജ്ലിസിനൂറോ ചോറോ ചീരനെ എങ്ങനെ അവിടെ കൊടുക്കണുണ്ടോ? അപ്പൊ അത് 25 വയസ്സുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു വിളവൻ എന്നോട് പറയാ, സാറേ ഞങ്ങൾ പ്രേമിക്കുന്ന പെൺകുട്ടികളുടെ വാപ്പമാര് നിസ്കരിക്കാൻ പറഞ്ഞത് ആ പള്ളിയിലാ, അവിടെ പോയി നിസ്കരിച്ചാ അതെങ്കിലും കിട്ടും. ഇവിടെ ഒരു പ്രായമുള്ള ഹത്തീവും മരിക്കാനായ ഒരു മൊയ്‌ദിനും കുറച്ച് മുത്തലീമിങ്ങളുണ്ടെന്ന് പറയുമ്പോ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല.